നരകത്തിൽ പോകുന്നത് വിശ്വാസം ഇല്ലാത്തവരാണ്. വിശ്വാസം ഉള്ളവരെ കെട്ടുന്നത് സ്വർഗത്തിലാണ്. ഇബ്ലീസ് നരകത്തിലാണ്. ഇബ്ലീസിന് വിശ്വാസം ഇല്ലേ? നിങ്ങൾ ചിന്തിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അല്ലാഹുവിലുള്ള വിശ്വാസം അതുണ്ടെങ്കിൽ ഈ മുഅ്മിനാണ്. ഇബ്ലീസിന് അല്ലാഹുവിൽ വിശ്വാസം ഇല്ലേ? ഇല്ലേ? അല്ലാഹ്ക്ക് ഇത്രത്തോളം സുജൂദ് ചെയ്തത് ഇബ്ലീസ് അല്ലാതെ വേറെ ലോകത്ത് ആരാ ഉള്ളത്? ആരാ ഉള്ളത്? രണ്ടാമത് മലായികത്തിന്റെ വിശ്വാസം. ഇബ്ലീസ് മലക്കുകളുടെ കോളേജിലെ പ്രൊഫസറാണ്. ജിബ്രീലിന്റെ ഉസ്താദാ ഇബ്ലീസ്. അപ്പൊ പിന്നെ ഈമാൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പ്രവാചകന്മാരിലുള്ള വിശ്വാസം. ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ താമസിക്കുമെന്ന് പ്രവാചകന്മാരും ഇല്ല. ഉണ്ടെങ്കിൽ വിശ്വസിക്കുമായിരുന്നു. ആദം നബിയുടെ ഒരു ചെറിയ വിഷയമുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ ഉള്ളത് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അന്ത്യദിനത്തിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞത്, നീ ശപിച്ചോ, എന്നെ ആട്ടി പുറത്താക്കിക്കോ, എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളത് സാധിപ്പിച്ചു തരണം. എന്താഗ്രഹം? അന്ത്യദിനം വരെ എനിക്ക് എന്താണ് ആയുസ് നീട്ടിത്തരണം, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് നീട്ടിത്തരണം. അപ്പോ വിശ്വാസം അതുകൊണ്ട്. അപ്പോ ഇബ്ലീസ് വിശ്വാസിയാ. അപ്പൊ ഇബ്ലീസ് സ്വർഗത്തിലല്ലേ പോകേണ്ടത്? നരകത്തിലല്ലേ ഇബ്ലീസ് ഉള്ളത്? എന്താ കാര്യം? അവിടെയാണ് ഇബ്ലീസിന് സംഭവിച്ചു പോയ പിഴവ്. അത് അഹങ്കാരമാണ്. അല്ലാഹ് പറഞ്ഞു, അബാ വസ്തക്ബർ. അവൻ അഹങ്കാരിയായി. ലോകത്ത് എത്രയോ മദ്യപാനികൾ ഉണ്ടായി. ഇപ്പോഴും കുടിക്കുന്നവരില്ലേ, മദ്യപിക്കുന്നവരില്ലേ? അവർക്ക് പാഠമായിട്ട് ഏതെങ്കിലും ഒരു മദ്യപാനിയുടെ ശവശരീരത്തെ അല്ലാഹു ശേഷിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എത്രയോ വ്യഭിചാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും വ്യഭിചരിക്കുന്നവരില്ലേ? ഏതെങ്കിലും വ്യഭിചാരികൾക്ക് പാഠമായിട്ട്, ഗുണപാഠമായിട്ട് ഒരു വ്യഭിചാരി അല്ലാഹു വെച്ചിട്ടുണ്ടോ? ഇല്ല. എത്രയോ പലിശക്കാര് കടന്നുപോയി. ഇന്നും പലിശ വാങ്ങുന്നവരില്ലേ? അവർക്ക് പാഠമായിട്ട് ഏതെങ്കിലും പലിശക്കാരനെ അല്ലാഹു തആല മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു തആല ഒരു തിന്മ ലോകര് പഠിക്കാൻ വേണ്ടിയിട്ട് ആ തിന്മയിൽ അടിയുറച്ചു നിന്ന ഒരാളെ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചിട്ട് ഇന്നും ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അഹങ്കാരിയായ ഫിർഔന മാത്രമേ ഉള്ളൂ. അത്ര ദേഷ്യമാണ് അല്ലാഹു അഹങ്കാരികളോട് കാണിക്കുന്നത്. കാരണം എന്താ? അഹങ്കരിക്കാൻ അവകാശം അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. അല്ലാഹുവാണ് ജബ്ബാർ. അഹങ്കാരി പടച്ചോന. അഹങ്കാരം അവന്റെ അരമുണ്ടാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ ഒരിക്കലും നമുക്ക് അവകാശമില്ല. ആദരവായ പ്രവാചകൻ പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദരവായ പ്രവാചകൻ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ഡോട്ട്, ഒരു അണുമണി തൂക്കം, ഒരു കടുകുമണിയോളം ഹൃദയത്തിൽ അഹങ്കാരമുള്ളവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഇന്ന الرجل يحب أن يكون ثوبه ونعله حسنا. ഒരു മനുഷ്യന്റെ വസ്ത്രം നല്ലതാകുന്നത് അഹങ്കാരമാണോ? നല്ല വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമല്ല. നല്ല വീട് വെക്കുന്നത് അഹങ്കാരമല്ല. നല്ല വണ്ടി എടുക്കുന്നത് അഹങ്കാരമല്ല. പിന്നെ അഹങ്കാരം ഏതെന്നറിയുമോ പെങ്ങള്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ കിബ്റു ബത്റുൽ ഹഖി വ ഗമതുൻ നാസ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവനാണ്. സത്യമേതെന്നവനറിയാ, യാഥാർത്ഥ്യമേതെന്നവനറിയാ, ധർമ്മമേതെന്നവനറിയാ, നീതിയേതെന്നവനറിയാ. എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പുച്ഛിക്കുന്നവനാണ്. സഹോദരങ്ങളെ, അഹങ്കാരി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ, അല്ലാഹുവിന്റെ പരിശുദ്ധനായ, കാരുണ്യത്തിന്റെ തിരുദൂതനായ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ പോലും വെറുക്കുകയാണ്. മുലപ്പാല് കൊടുക്കുന്ന പൊന്നുമക്കളുണ്ടല്ലോ, ആ ഒന്നും അറിയാത്ത, ലോകമറിയാത്ത, ലോകരെ അറിയാത്ത, ഒന്നും അറിയാത്ത ബാലചാപല്യമുള്ള കുഞ്ഞുമക്കൾ പോലും വെറുക്കുന്ന ഒരു വിഭാഗമാണ് അഹങ്കാരികള്. അഹങ്കാരികളെ ആരും ഇഷ്ടപ്പെടൂല. അഹങ്കാരികളെ എല്ലാരും വെറുക്കും. നമ്മൾ പറയല്ലോ, അവന് വലിയ തലക്കനമാണ്, വലിയ ഹെഡ് വെയിറ്റ് ആണ്. ഓ, അഹങ്കാരം കണ്ടോ?
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അഹങ്കാരികൾക്ക് മനുഷ്യൻ വെറുക്കുന്ന ഒരു സ്വഭാവമാണ് അഹങ്കാരം. ആരും ഇഷ്ടപ്പെടൂല. കള്ള കുടിക്കുന്നവനെ അത്ര അങ്ങോട്ട് ആരും വെറുക്കൂല. എന്താ കാര്യം? അവൻ കുടിച്ച അവന്റെ വീട്ടിൽ പോയി കിടക്കും, അവൻ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുന്നില്ല. വ്യഭിചാരികളെ ജനങ്ങൾ വെറുക്കും, പക്ഷേ ഇത്രത്തോളം വെറുക്കില്ല. കാരണം അവൻ ആരും അറിയാതെ വ്യഭിചരിക്കാൻ പോകുന്നത്. ഇങ്ങനെ തന്നെ വാങ്ങുന്നവനെ പോറ്റി പലിശ എന്താ പറയുന്നത്, എടാ മുനാഫിക്കിന്റെ കാണിച്ചത് തരാന്ന് പറയുന്ന സമയത്ത് കറക്റ്റ് തന്നില്ല. ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എല്ലാവരും വെറുക്കും, നാട്ടുകാര് മാത്രമല്ല. മുസ്തഫായത്തിൽ തൊട്ട് സംസാരിച്ചവര് 3 പേരാണ്. ഒന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ കുട്ടിയാണ്, പറയാൻ നമുക്ക് സമയമില്ല. 2 റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. 3-മതോ ഒരു ഇസ്രായേലിലെ കുട്ടിയാണ്, തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്ന കുട്ടി. അത് അത്ഭുതമല്ലേ? നമ്മുടെ ചെറിയ മക്കൾ എന്തെങ്കിലും വലിയ വായിൽ വർത്തമാനം പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുമക്കൾ എന്തെങ്കിലും വലിയ വർത്തമാനം പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും അല്ലേ? ചെറിയ മക്കൾ എന്തെങ്കിലും വലിയ വർത്തമാനം പറയുമ്പോ നമ്മളൊക്കെ പറയുന്നത് പോലുള്ള വർത്തമാനം കൊച്ചുമക്കൾ വീട്ടിൽ പറയുമ്പോ നമ്മൾ പറയില്ലേ, അത്ഭുതത്തോടെ നമ്മൾ ചിരിക്കൂലേ? ഇപ്പൊ ഞാൻ ഇങ്ങനെ എത്ര വിളിച്ചു കൂവിയാൽ അത്ഭുതമൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഒരു 2-3 വയസ്സുകാരൻ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് നീട്ടി ആയത്തോതിയിട്ട് പ്രസംഗിച്ചാൽ അത്ഭുതം തോന്നൂലേ നമുക്ക്? അങ്ങനെ തൊട്ടിലിൽ കിടക്കുന്ന ഉമ്മ എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു ചെറിയ കുട്ടി, ആ കുട്ടി സംസാരിച്ച കഥ വിശുദ്ധ ഹദീസ് ബുഖാരി ഷരീഫ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായിരുന്നു? ശ്രദ്ധിച്ചു കേട്ടോളി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബനു ഇസ്രായേലിലെ ഒരു പെണ്ണ് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മിഞ്ഞ പാലിൽ നിന്ന് മാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമോ, ആ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരനായ സുമുഖനായ കാണാൻ നല്ല അഴകുള്ള മുഞ്ചുള്ള ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആ സമയത്ത് ആ ഉമ്മാക്കങ്ങ് ഇഷ്ടപ്പെട്ടു ആ ചെറുപ്പക്കാരനെ. വല്ലാതെ സൗന്ദര്യമാണ്, കറുത്ത തലമുടിയാണ്, വെളുത്ത ശരീരമാണ്, നല്ല ഉണ്ട കണ്ണുകളാണ്, നല്ല പുരിക കൊടികളാണ്, നല്ല ദന്തതരകളാണ്, കാണാൻ എത്ര നല്ല സുന്ദരനായ ചെറുപ്പക്കാരനാണ്. അത് കണ്ടപ്പോ ആ ഉമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅലി ബിനി മിസ്ലഹു, അല്ലാഹുവേ എന്റെ പൊന്നുമോനെ യവനെ പോലെ ആക്കണേ അല്ലാ. റിയാലിറ്റി ഷോകളിൽ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോ, അതുപോലെ കുട്ടിപ്പട്ടാളത്തില് മണിയറ രഹസ്യം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് വാപ്പായുമായ കളിയാക്കുന്നത് കാണുമ്പോ നമ്മൾ പറയാറുണ്ട്, പടച്ചോനെ എനിക്ക് കൊണ്ടൊരു സാധനം. ആളുകൾ എന്ത് ചോദിച്ചാലും മിണ്ടൂല. കണ്ടോ ഒരു കുട്ടി എഴുന്നേറ്റിരുന്ന് പറയുന്നത്, മണിയറയിലെ രഹസ്യം വാപ്പയുമ്മയും മണിയറയില് ചെയ്യുന്നത് ഒളിച്ചു നിന്ന് കാക്കോല് പഴുതിലൂടെ നോക്കിയ പൊന്നുമോന് കുട്ടിപ്പട്ടാളത്തിന്റെ പേര് പറഞ്ഞ് ചെയറിൽ കയറ്റിയിരുത്തിയിട്ട് ചാനലിലൂടെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. വാപ്പയും ഉമ്മയും ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാണം കെട്ട മുസ്ലിം പെണ്ണേ, നാണം കെട്ട മുസ്ലിം പെണ്ണേ, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ചാപ്പാട് തന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, നാണം കെട്ട പെണ്ണേ, നാണമില്ലാത്ത പെണ്ണേ. മലപ്പുറം ജില്ലക്കാരിയായ ഒരു പെണ്ണുണ്ടല്ലോ, സുരേഷ് ഗോപിയുടെ മുമ്പിൽ ചെന്നിരിക്കുകയാണ്. പുള്ളിക്ക് ഇപ്പൊ വേറെ ജോലിയൊന്നുമില്ലല്ലോ, എല്ലാവരെയും കോടീശ്വരാക്കാൻ വേണ്ടി നടക്കുകയല്ലേ. ദേ പോയി ദാ വന്നു, ദാ പോയി ദേ വന്നു, ഡീലും നോ ഡീലും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുമാകാ കോടീശ്വരൻ എന്ന് പറഞ്ഞ് മലപ്പുറത്തെ പെണ്ണിനെ പിടിച്ചിറക്കിയിട്ട് മത്തയിട്ട പലതയിട്ട അവിടത്ത് മറച്ചു നടക്കുന്ന പെണ്ണുങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് മുമ്പിലിരുത്തിയിട്ട് പെണ്ണുങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ ഒരു മലപ്പുറത്തെ മുസ്ലിം താത്ത പോയി അവള് ചെയറ് കയറി ഇരുന്നപ്പോൾ അവളോടൊരു സിനിമ ഇട്ട് കൊടുത്തിട്ട്, പണ്ടെന്നോ നസീറിന്റെ കാലത്തോ അതല്ല ഏതോ ഒരു കാലത്ത് വന്ന ജയന്റെ കാലത്തുള്ള സിനിമയാണ്, ആ സിനിമ ഇട്ട് കൊടുത്തിട്ട് മമ്മൂട്ടിയുടെ ചെറിയ പ്രായത്തിലുള്ള ചേലാകർമ്മ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സിനിമയുടെ ശബ്ദരേഖ ഇട്ട് കൊടുത്തിട്ട് ഇത് ഏത് സിനിമയുടെ എന്ന് ചോദിച്ചു
ചോദിച്ചപ്പോൾ മലപ്പുറത്തെ മഫ്തയിട്ട മുസ്ലിം പെണ്ണ് ഉടൻ തന്നെ മറുപടി പറഞ്ഞു. സഹോദരങ്ങളെ, ആ പെണ്ണിനോട് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട രാജ്യത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ പെണ്ണ് ആ സെക്കൻഡിൽ തന്നെ മറുപടി പറഞ്ഞു. മൂന്നാമത് ആ പെണ്ണിനോട് ചോദിച്ചത് ആരാണ്? ബിജെപിയുടെ എംപിയായ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടനായ ആ സുരേഷ് ഗോപി ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആനില് ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായമുണ്ട്, ഏതാണ്? എന്നിട്ട് 4 ഓപ്ഷൻ കൊടുത്തു. എ ആയിഷ, ബി ഫാത്തിമ, സി ഖദീജ, ഡി മറിയം എന്ന് കൊടുത്തിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, ഇത് ഏതാണ്? ആ ഖുർആനിലെ പറയപ്പെട്ട അധ്യായം ഏത് പെണ്ണിന്റെ പേരിലാണ് എന്ന് ചോദിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെണ്ണേ, കേരളത്തിലെ മുസ്ലിം വനിതകളെ മൊത്തത്തിൽ ആക്ഷേപിച്ച നാണം കെട്ട പെണ്ണേ, മറുപടി പറഞ്ഞത് എന്തെന്നറിയോ? 60 സെക്കൻഡ് തലകുനിച്ചിരുന്നിട്ട് ഖുർആനിന്റെ വക്താവെന്ന് പറയുന്ന മുസ്ലിം പെണ്ണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ, ഓഡിയൻസിനോട് ചോദിക്കാനാണ്. അവിടെ നിന്ന് മറുപടി വന്നു. സഹോദരങ്ങളെ, മറിയമെന്ന് ഹൈന്ദവർക്ക് പോലും അറിയാ, ക്രൈസ്തവർക്ക് പോലും അറിയാ, ഖുർആനുമായി ഒരു ബന്ധമില്ലാത്ത പെണ്ണേ, നിങ്ങളുടെ പൊന്നുമക്കളെ കുട്ടിപ്പട്ടാളത്തിൽ വിടുമല്ലോ, മദ്രസയിൽ വിടൂല, പഠിക്കാൻ വിടൂല, ഇൽമ പഠിപ്പിക്കൂല, പള്ളിയിൽ വിടൂല, പക്ഷേ അവരെ കുട്ടിപ്പട്ടാളത്തിൽ ചെപ്പിരുത്തിയിട്ട് അവിടെ കൊണ്ടിരുത്തിയിട്ട് വാപ്പയും ഉമ്മയും വീട്ടിൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞ് കയ്യടി വാങ്ങിയിട്ട് എന്തു കിട്ടാനാണ്? എന്റെ മുസ്ലിം പെണ്ണേ, മുസ്ലിം പെണ്ണേ, മാറണേ, ഇല്ലെങ്കിൽ മാറുമേ. അല്ലാഹു നമ്മളെ മാറ്റുമേ, നമ്മളെ മാറ്റുമേ. അല്ലാഹയോട് കളിക്കല്ലേ. ഇന്നഹും യകീദൂന കൈദ വഅകീദു കൈദ. അല്ലാഹ് പറഞ്ഞു, അവരെന്നെ ചതി കാണിച്ചാൽ ഞാൻ ചതിക്കും, ഞാൻ ചതിക്കും, ഞാൻ ചതിക്കും. അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ ചതി താങ്ങാൻ എന്റെ പ്രിയപ്പെട്ട അതിനാലിലെ പെങ്ങളെ നിനക്ക് കഴിയൂല. അതുകൊണ്ട് മാറിക്കോ, നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിക്കോ, ജീവിതത്തെ മാറ്റിമറിച്ചോ. ഈ നാട്ടിലെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, ഈ വിളിച്ചു കൂവുന്നതിനൊരു ഫലമുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണേ. ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ ജഅലി ബിനി മിസ്ലഹു.